സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരകൃഷിയെക്കുറിച്ചാണ്. ഈ ചീരയുടെ തൈകളൊക്കെ വിത്ത് നടുന്നതും അതുപോലെ തൈകൾ പറിച്ച് നടുന്നതും ഗ്രോ ബാഗ് നിറക്കുന്നതും ഒക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോൾ 2 വട്ടം വിളവെടുപ്പും കാണിച്ചിരുന്നു. അപ്പോൾ നമ്മളിത് വേരോടെ പെയ്തെടുക്കാതെ ഇത് തണ്ട് മാത്രം കട്ട് ചെയ്താൽ ഇതുപോലെ നമുക്ക് വീണ്ടും ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചീര എപ്പോഴും വിളവെടുക്കാനായിട്ട് ചീര വേരോടെ പെയ്താൽ ആ ചെടി അവിടെ അവസാനിക്കും. എന്നാൽ തണ്ട് മാത്രം മുറിച്ചെടുത്താൽ മുറിച്ച ഭാഗത്ത് നിന്ന് താഴെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പുതിയ ശാഖകൾ വളർന്നു വരും. ഇതിലൂടെ ഒരു പ്രാവശ്യം നട്ട ചെടിയിൽ നിന്ന് തന്നെ പല തവണ വിളവെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഈ ചീരയൊക്കെ തണ്ട് മാത്രം മുറിച്ചെടുത്താണ് കേട്ടോ. 2-3 പ്രാവശ്യം ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ വിളവെടുത്തു. ചീര തന്നെ പല വെറൈറ്റി ചീരകളുണ്ട്. റെഡ് ചീരയുണ്ട്, പച്ച ചീരയുണ്ട്, അതുപോലെ സുന്ദരി ചീര, പിന്നെ വെള്ള ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട് ഞാൻ ഗ്രോ ബാഗിൽ നട്ട പച്ചച്ചീരയുടെ തൈകൾ ഇത് നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല കരുത്തോടെ തന്നെ ഈ ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളുടെ വലിപ്പം കണ്ടാൽ ഉഷാറായിട്ട് തന്നെ നല്ല ഭംഗിയായി വളർന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ ചീര എടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് തണ്ടുഭാഗം അവിടെ വെച്ച് അതിൻ്റെ ബാക്കി ഭാഗമാണ് മുറിച്ചെടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുഭാഗത്ത് നിന്നും പുതിയ ഇതുപോലുള്ള ശിഖരങ്ങളൊക്കെ വന്നാൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ തണ്ട് മുറിച്ചെടുത്ത ഭാഗം കേട്ടോ. അതിൻ്റെ ചുറ്റുമാണ് ഈ തണ്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും ചീര വിളവെടുക്കുന്നത് ഇങ്ങനെയാണ്, വേരോടെ പെയ്തെടുക്കാറില്ല. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ആ ചെടി അവിടെ ഉണ്ടാവും. അതുപോലെ ചെടി വേരോടെ പെയ്തെടുത്താൽ നമുക്ക് അതിൽ നിന്ന് വിത്തുകൾ ലഭിക്കില്ല. എന്നാൽ തണ്ടുകൾ മുറിച്ചെടുത്ത് വളരുന്ന ചെടിയെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം പൂക്കാൻ അനുവദിച്ചാൽ നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ അതേ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ശേഖരിക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിളവെടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് തണ്ടിൽ നിന്ന് നമുക്ക് 3-4 ഇഞ്ച് ഉയരത്തിൽ തണ്ട് മുറിച്ച് എടുക്കാം. അതുപോലെ വിളവെടുത്തതിന് ശേഷം വളപ്രയോഗം ചെയ്യണം. അതായത് ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ചുവട്ടിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഒക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തളിർപ്പുകൾ വേഗത്തിൽ വരാൻ സഹായിക്കും. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല കരുത്തോടെ വളരുവാൻ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഒത്തിരി നല്ലതാണ്. അത് ചീരക്ക് മാത്രമല്ല എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ചെടിയുണ്ട് അതിനനുസരിച്ച് നമുക്ക് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് ഒരു 3-4 ദിവസം പുളിപ്പിച്ച് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം അത് ചെടികൾക്ക് കൊടുക്കാനായിട്ട്. നല്ല കരുത്തോടെ നല്ല ഭംഗിയോടെ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരും. അപ്പോൾ ഇത് കണ്ടോ, ഈ പച്ചച്ചീരയൊക്കെ നല്ല ഉഷാറായിട്ടാണ് കേട്ടോ വളർന്നു വന്നിട്ടുള്ളത്. ഒരുപാടാണ് ഇതിൽ നിന്നൊക്കെ വിളവെടുത്തത്. അതുപോലെ തന്നെ വേനൽക്കാലമാണെങ്കിൽ തണ്ട് മുറിച്ച ശേഷം കൃത്യമായി നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മഴയുള്ളപ്പോൾ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. വേനൽക്കാലത്ത് നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചീരയൊക്കെ കൃഷി ചെയ്യുക. ഇതുപോലെയൊക്കെ വിളവെടുത്താൽ നമുക്ക് എന്നും നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. ചീര, തക്കാളി, മുളക്, വെണ്ട, വഴുതന, അതുപോലെ പാവക്ക, കോവക്ക, ഇത്രയും പച്ചക്കറികൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആരും കൃഷി ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കേണ്ട. ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകൾ അല്ലെങ്കിൽ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചീരയുടെ തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചാൽ ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീടായാലൊരു കറിവേപ്പൊക്കെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് എന്നും ഇതിൽ നിന്ന് ഇതുപോലെ തണ്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ തണ്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റിൽ നിന്നും പുതിയ ശിഖരങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വിളവെടുത്ത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.